പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ കണക്കിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മിത ടീച്ചറാണ്, നിങ്ങൾക്ക് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നമുക്ക് നേരിട്ട് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വർഷം മുഴുവനായിട്ടും നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. 7ാം ക്ലാസ് മൊത്തം നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. വിദ്യാലയത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് 8ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലേക്ക് നമ്മൾ കയറുന്നത്. എല്ലാവർക്കും കണക്ക് ഇഷ്ടപ്പെടുന്നത് ടീച്ചർ വിചാരിക്കുന്നു. വിഷമുള്ള സബ്ജക്റ്റാണ്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ വർഷം ടീച്ചറുടെ കൂടെ പോരണമെന്നും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് ടീച്ചർക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ കണക്കിൻ്റെ പേടി നമുക്ക് ഈ വർഷം മാറ്റാം. അതിൻ്റെ തുടർച്ചയായിട്ട് 9ഉം 10ഉം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ കണക്ക് പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം നമ്മൾ 8ലുള്ള കാര്യങ്ങൾ പഠിച്ച് ബേസ് ഉറച്ചാൽ നമുക്ക് പിന്നുള്ള പഠനം വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഞാൻ ഈ അയക്കുന്ന ക്ലാസ്സുകളെ നിങ്ങൾ കാണുകയും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ടീച്ചർ അയക്കുന്ന നോട്ടുകളൊക്കെ കൃത്യമായിട്ട് എഴുതുകയും അതിൽ വരുന്ന സംശയഭാഗങ്ങൾ ടീച്ചറുടെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുകയോ മെസ്സേജ് ചെയ്ത് ചോദിക്കുകയോ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കൂടി ഈ വീഡിയോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കണക്ക് ക്ലാസ്സിലേക്ക് കയറാം. കഴിഞ്ഞ ആഴ്ച വിക്ടേഴ്സ് ക്ലാസ്സിൽ നമ്മളുടെ പുതിയ അധ്യയന വർഷത്തിൽ വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ കണക്കിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ടീച്ചറായിരുന്നല്ലോ അത് എടുത്തത്. ആ ടീച്ചർ എടുത്ത പാഠഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ പാഠഭാഗമല്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലേക്ക് പതുക്കെ നിങ്ങളെ കൊണ്ടുവരാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ടീച്ചർ ആ ക്ലാസ് വീണ്ടും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നില്ല, അത് നിങ്ങൾ കണ്ടതാണ്. അതിലത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് പറഞ്ഞ് പോകുന്നു. എന്നിട്ട് അത് കൂടെ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് എങ്ങനെ കയറാം എന്നുകൊണ്ടുള്ള കാര്യം ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം തന്നെ അവിടെ ടീച്ചർ കാണിച്ചു തന്നെ എന്തായിരുന്നു? ഒരു ഷീറ്റ് കടലാസ് എടുത്തു അല്ലേ? ആ ഒരു ഷീറ്റ് കടലാസ് കൊണ്ട് വളരെ ഭംഗിയുള്ള ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം ടീച്ചർ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നു. എന്നിട്ട് നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ആ ട്രൈ ചെയ്ത് നോക്കിയ ആ ട്രയാങ്കിള് നിങ്ങൾ വെള്ള പേപ്പറിലാണ് ചെയ്തതെങ്കിൽ അതൊന്ന് കളർ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒട്ടിച്ചു വെക്കണം. അപ്പോൾ എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് ടീച്ചർ ക്ലാസ്സിൻ്റെ അവസാനം പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ നിങ്ങൾ നിർമ്മിച്ച് നോക്കുക. അതിനുശേഷം ആ ടീച്ചർ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ട്രയാങ്കിളുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന്, അതൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അഥവാ ഒരു സമഭുജ ത്രികോണമാണെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? 3 സൈഡുകൾ അളന്ന് നോക്കിയാൽ തുല്യമാണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ട്രയാങ്കിളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. നമ്മുടെ ആദ്യത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു തരാം. ഓക്കെ, അതിനുശേഷം ടീച്ചർ പറഞ്ഞു ഇങ്ങനെ കടലാസ് കൊണ്ട് നിർമ്മിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പം എങ്ങനെയാണ് ഇത് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചത് ടീച്ചർ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചു. എന്തെല്ലാം അളവുകൾ തന്നാലാണ് ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുക എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് ടീച്ചർ നമ്മളെ കൊണ്ടുപോയത്. അതിനുവേണ്ടി ടീച്ചർ ആദ്യം നമുക്ക് തന്നത് 5, 6, 7 അളവുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ടീച്ചർ തന്ന അളവുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും, ഞാൻ എടുക്കുന്ന അളവുകൾ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഒരു ട്രയാങ്കിളിന്റെ അഥവാ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ അഥവാ 3 സൈഡുകൾ തന്നാൽ എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെല്ലാം വേണം ഈ ക്ലാസ് കാണുമ്പോൾ? ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, അതിനകത്ത് ഉപകരണങ്ങൾ വേണം, ആടാത്ത കോമ്പസ് വേണം അല്ലേ? വളരെ നീറ്റായിട്ട് ഷാർപ്പൺ ചെയ്തിട്ടുള്ള പെൻസില്, റബ്ബർ, ഇതെല്ലാം നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് റെഡിയാക്കി വെക്കുക. അതുപോലെ നോട്ട്ബുക്കിന്റെ കാര്യം ടീച്ചർ പറയാൻ മറന്നു. ഒരു 200 പേജിന്റെ വൃത്തിയുള്ള ഒരു നോട്ട് എടുത്ത് 2 കൂറും മാർജിനൊക്കെ വരച്ച് റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിലത്തെ ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കൃത്യമായിട്ട് വരച്ചാൽ അതിനൊരു ഭംഗിയും ഉണ്ടായിരിക്കും.
അപ്പം നമ്മൾ എപ്പോഴും വരയ്ക്കേണ്ടത് ഒരു ലൈനൊക്കെ വരയ്ക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം വരയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കട്ടി കൂട്ടരുത്. കട്ടിക്കല്ല പ്രാധാന്യം, അഥവാ കനത്തിനല്ല പ്രാധാന്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ് കണക്കിൽ കാണാൻ ഭംഗി. നമുക്കറിയാം 3 ലൈനുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു ട്രയാങ്കിൾ ഉണ്ടാവുന്നത് നമുക്കറിയാം. ഇതൊക്കെ നിങ്ങൾ 6ലും 7ലും പഠിച്ചതാണ്. അപ്പൊ നോക്കൂ, ഈ 3 ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു. എവിടെ? എയില്, ബിയില്, സിയില്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിട്ടുന്ന, ടീച്ചർ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഉള്ളിൽ വരുന്ന ഇത്രയും ഈ ഏരിയ കവർ ചെയ്യുന്ന ഈ ചിത്രത്തിനെയാണ് നമ്മൾ ട്രയാങ്കിൾ അഥവാ ത്രികോണം എന്ന് നമ്മൾ പറയുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഒരേപോലെ ആവണം. എല്ലാ കുട്ടികളും വരയ്ക്കുന്നത് ഒരേപോലെ വരണം, വേണ്ടേ? അതുകൊണ്ടല്ലേ അളവുകൾ തരുന്നത്. അല്ലെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞാൽ മതി? ഒരു ട്രയാങ്കിൾ വരയ്ക്കൂ അഥവാ ഒരു ത്രികോണം വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ കുട്ടികളൊക്കെ വരയ്ക്കും, പക്ഷെ വ്യത്യസ്ത ഷേപ്പുകളും ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും കിട്ടുന്നത് ട്രയാങ്കിളിന്റെ ഷേപ്പ് ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ അളവുകൾ കൊടുക്കണ്ടേ? അപ്പൊ നോക്കൂ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ 3 പോയിന്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം, അല്ലെ? അപ്പൊ ഈ 3 പോയിന്റുകൾ കിട്ടാൻ എന്താ വഴി എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ ചിത്രത്തിന്റെ ആശയം കിട്ടിയില്ലേ? അപ്പൊ ആദ്യം നമുക്ക്, നമ്മളെപ്പോഴും കാലിന്റെ മുകളിലല്ലേ നിൽക്കുന്നത്, അപ്പൊ നമ്മൾ ബേസ് ആണ് ആദ്യം എപ്പോഴും ശ്രദ്ധിക്കുക. നോക്കൂ, ബേസ് അഥവാ പാദത്തിന്റെ നീളം 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് സ്കെയിൽ ടീച്ചർ വരച്ചിട്ട് അടുത്ത വീഡിയോയിൽ, അതായത് 8ാം ക്ലാസ്സിലത്തെ പാഠഭാഗം എടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡ് കിട്ടാൻ സ്കെയില് വെച്ച് 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയാൽ നമുക്ക് എന്ത് കിട്ടി? ബിയും കിട്ടി, സിയും കിട്ടി, അല്ലെ? അതിനുശേഷം നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബിയിൽ നിന്ന് 6 സെന്റിമീറ്റർ അകലെയും സിയിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുമാണ് ആര്? എ എന്ന് പറഞ്ഞ പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ ചില കുട്ടികൾ ചോദിക്കുന്നു, ടീച്ചറെ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് 6 എടുക്കുക, ഇവിടെ സ്കെയിൽ വെച്ച് 7 എടുക്കുക. അങ്ങനെയല്ല നമ്മൾ സാധാരണ ചെയ്യാറ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഈ ബിയിൽ നിന്ന് 6 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരത്തിൽ വരുന്ന ഒരു സർക്കിൾ വരയ്ക്കൂ. അതേപോലെ സിയിൽ നിന്ന് 7 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരം വരുന്ന ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരച്ചാൽ ആ 2 വൃത്തങ്ങളും കൂട്ടിമുട്ടും ഒരു പോയിന്റില്. ആ പോയിന്റ് ആയിരിക്കും ആര്? എ. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി, ആ സർക്കിൾ അഥവാ ആ വൃത്തം മുഴുവനായിട്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടാൻ. ആ കൂട്ടിമുട്ടുന്ന ഭാഗം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ആ സർക്കിൾ ബി സെന്റർ ചെയ്തിട്ട് വരയ്ക്കുന്ന ആ സർക്കിൾ മൊത്തം വരയ്ക്കാതെ ആ സർക്കിളിന്റെ ഒരു ഭാഗം നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. ആ ഒരു ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ആർക്ക് അഥവാ ചാപം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഒരു ആർക്ക് ബിയിൽ നിന്ന് വരയ്ക്കണം. എത്ര സെന്റിമീറ്റർ റേഡിയസില്? 6 സെന്റിമീറ്റർ റേഡിയസില്. അതേപോലെ കോമ്പസില് 7 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുന്നതിന് പകരം സി സെന്റർ ചെയ്യുക. സിയിൽ കോമ്പസ് വെച്ച് 7 സെന്റിമീറ്റർ അകലത്തില് മറ്റൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ ഭാഗം ഇവിടെ ഇങ്ങനെ പോകട്ടോ. നമ്മൾ ഫുള്ള് വരച്ചു കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ടീച്ചർ വരയ്ക്കുന്നില്ല. മറ്റൊരു ആർക്ക് വരച്ചാൽ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും ഇത് എ. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ബിയും എ സിയും വരയ്ക്കാലോ. ട്രയാങ്കിൾ കിട്ടിയില്ലേ? കിട്ടി. ഒന്ന് വരച്ച് നോക്കണേ എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് എത്ര അളവുകൾ തന്നു? 3 അളവുകൾ തന്നു. അടുത്തതായിട്ട് ആ ടീച്ചർ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ 2 അളവുകൾ തന്നാൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? അതാണ് ടീച്ചർ ബോർഡിൽ ഇവിടെ അടുത്ത ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സി. ബി സിയുടെ നീളം 7ഉം എ ബിയുടെ നീളം 5ഉമാണ്. എന്താണ് തരാത്തത്? 3ാമത്തെ സൈഡ് നമുക്ക് തന്നിട്ടില്ല, ഒരു ആംഗിളോ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും പറയും, ടീച്ചറെ 7 സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ ഉപയോഗിച്ചൊരു വര വരച്ചാൽ നമുക്ക് ബിയും കിട്ടും സിയും കിട്ടും. അതിന് ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ഏതാ കിട്ടേണ്ടത്? എ കിട്ടണം. ഈ ചിത്രത്തിൽ എ കിട്ടാൻ നമ്മൾ 2 അളവുകൾ തന്നതുകൊണ്ട് കൃത്യമായിട്ട് 2 ആർക്കുകൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റി. പക്ഷെ ഇവിടെ ഒരു നീളമേ തന്നിട്ടുള്ളൂ, അഥവാ ഒരു ലെങ്തേ തന്നിട്ടുള്ളൂ. അപ്പോൾ 5 സെന്റിമീറ്റർ റേഡിയസില് നമുക്ക് ബിയിൽ വെച്ചിട്ട് നമുക്കൊരു വലിയ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നറിയോ? 5 സെന്റിമീറ്റർ ആയിരിക്കും.
പക്ഷേ ആ സർക്കിളിൽ 5 സെന്റിമീറ്റർ റേഡിയസിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഈ എ സി എന്ന് പറയും ഇത് നമുക്ക് പിന്നെ എ അപ്പൊ നമുക്ക് എ കിട്ടുന്നില്ല. ടീച്ചർ അതിന്റെ റഫ് ഫിഗർ ഇവിടെ വരയ്ക്കാം. ഇത് 7ഉം ഇത് 5ഉം, ഇത് എ, ഇത് ബി, ഇത് സി. അപ്പൊ നമുക്ക് ബിയും സിയും കിട്ടി. നമുക്ക് എ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ബി സെന്റർ ചെയ്തിട്ട് 5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ നിങ്ങളോട് വരയ്ക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് ഈ സർക്കിളിന്റെ ആശയം എന്ന് പറയുന്നത് ബിയിൽ നിന്ന് ഈ സർക്കിളിലുള്ള എല്ലാ പോയിന്റുകളിലേക്കുള്ള അകലം 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വരച്ചതിന് ശേഷം ഒരു കുട്ടി ഒരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ ഈ നീളം എത്രയാണ്? 5 ആണ് വരിക. ഈ പോയിന്റിന് ആ കുട്ടി എ എന്ന് പേര് കൊടുത്തു, ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പൊ ട്രയാങ്കിൾ കിട്ടിയല്ലോ. കിട്ടിയോ? വേറൊരു കുട്ടി ചെയ്തത് ഈ പോയിന്റിന്, അതായത് ഈ പോയിന്റ് ബി എന്നെടുത്തു, ബിയിൽ നിന്നും യോജിപ്പിച്ചു. അപ്പോൾ മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. വേറൊരു കുട്ടി ഈ ഈ സർക്കിളിൽ അഥവാ വൃത്തത്തിൽ ഇവിടെയാണ് പോയിന്റ് എടുത്തത്, ഇത് യോജിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതെല്ലാം പറഞ്ഞ അതേ അളവല്ലേ? 7ഉം 5ഉം തന്നെ വരുന്ന ട്രയാങ്കിളുകളല്ലേ? ഒരു കുട്ടി ഇവിടെ ഡി അടയാളപ്പെടുത്തി, ഇതിനെ സ്കെയിൽ വെച്ച് യോജിപ്പിച്ചു. നിങ്ങളൊന്ന് വരച്ച് നോക്കണേ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാകും. ആ ടീച്ചർ അന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതും 7, ഇതെത്രയാണ്? 5. അപ്പോ നോക്കൂ, ട്രയാങ്കിളുകളുടെ ഷേപ്പുകൾ മാറി 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 വരുന്നത് കാണാം. അങ്ങനെ ഈ പുറത്തും വേറൊരു കുട്ടി അടയാളപ്പെടുത്തി. ടീച്ചർ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. ഇവിടെ ഒരു പോയിന്റ് പി അടയാളപ്പെടുത്തി. അപ്പൊ നോക്കൂ, ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയാൽ ഇതും 5 കിട്ടുന്നു, ഇവിടെ യോജിപ്പിച്ചാൽ ഇതും 7. അപ്പൊ 7ഉം 5ഉം വരുന്ന ട്രയാങ്കിള് അടിഭാഗത്തും ഉണ്ടാകും. അപ്പൊ എന്താണ് 2 സൈഡ് മാത്രം തന്നാലത്തെ പ്രശ്നം? 2 സൈഡ് മാത്രം വരുമ്പോഴുള്ള പ്രശ്നം, ഒരു ട്രയാങ്കിൾ മാത്രമല്ല വരയ്ക്കാൻ പറ്റുന്നുള്ളൂ, ഒന്നിലധികം അഥവാ ഇൻഫിനിറ്റ് ട്രയാങ്കിളുകൾ നമുക്ക് വരയ്ക്കാമെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാത്തിനും ഒരേ ഷേപ്പ് ആണോ? അല്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 അളവുകൾ മാത്രം പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ 10 കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ കൊടുത്താൽ 10 ചിത്രങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരേപോലത്തെ ട്രയാങ്കിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ 2 സൈഡുകൾ മതിയോ ഒരു ട്രയാങ്കിളിന്റെ അളവ് നിർണ്ണയിക്കാൻ? പോരാ, മിനിമം എത്രയെങ്കിലും തരണം, 3 തന്നാൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാവരും വരയ്ക്കുന്ന ചിത്രം ഒരേപോലെയുള്ള ഒരേ ഒരു ട്രയാങ്കിളെ നമുക്കത് വെച്ച് കിട്ടുള്ളൂ. ഇവിടെ ഒരു ചാൻസും ഇല്ല വേറെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. എങ്ങനെ വന്നാലും 5ഉം 6ഉം 7ഉം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ട്രയാങ്കിളെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ നിർമ്മിതിക്ക് അഥവാ ത്രികോണം നിർമ്മിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരേപോലെ നിർമ്മിക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര അളവുകൾ തരണം? 3 അളവുകൾ തരണം. ആ 3 അളവുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് നിങ്ങൾ ട്രയാങ്കിളൊക്കെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചർ അവിടെ അവതരിപ്പിച്ചിരുന്നത് എപ്പോഴാണ് നമുക്കറിയാം ഇത് 7ഉം ഇത് 5ഉം അതിന് ഒരു മാറ്റവുമില്ല. ഈ മൂന്നാമത്തെ സൈഡിന്റെ നീളം എ മുതൽ സി വരെയുള്ള നീളത്തിനേക്കാൾ കൂടുതലാണ് ബി മുതൽ സി വരെയുള്ള നീളം. അപ്പോൾ ഈ സർക്കിളിൽ ഇങ്ങോട്ട് വരും തോറും ഈ സി ഡി ഈ മൂന്നാമത്തെ സൈഡിന്റെ നീളം എന്ത് ചെയ്തു വരുന്നു? കൂടി വരുന്നു. അങ്ങനെ കൂടി വന്ന് ഇവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പോയിന്റിൽ നിന്നാണ് ആ കുട്ടി വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിലോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇതിന് ടീച്ചർ 6 എന്ന് പേര് കൊടുത്താൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും 5 തന്നെയല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം ഇത് ഒരൊറ്റ ലൈനായിട്ട് മാറും. അപ്പോൾ 7ഉം ഇവിടെ വരെ 7ഉം ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 5ഉം. അപ്പൊ 7ഉം 5ഉം 12 സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിന്റെ നീളം കൂട്ടി കൊണ്ടുവന്ന് 12 സെന്റിമീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുന്നില്ല? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ താഴോട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന സമയത്ത് ഈ 12നേക്കാൾ കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്?
നമ്മൾ എപ്പോഴും നമുക്ക് രണ്ട് സൈഡുകൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ തന്ന രണ്ട് സൈഡുകളുടെ സമ്മിനേക്കാൾ അഥവാ തുകയേക്കാൾ കുറഞ്ഞാണ് ഒരു ട്രയാങ്കിളിന് വരിക. കൂടി വന്നാൽ നമുക്ക് ഒരിക്കലും ഒരു ട്രയാങ്കിളിനെ നമുക്ക് നിർമ്മിക്കാൻ സാധ്യമല്ല. അതുപോലെ ആ മൂന്നാമത്തെ സൈഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തന്ന സൈഡുകളുടെ ഡിഫറൻസിന് 7ഉം 5ന്റെയും ഡിഫറൻസ് അഥവാ വ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഡിഫറൻസിനേക്കാൾ കൂടുകയും വേണം, 2നേക്കാൾ കൂടുകയും വേണം. 2ഓ 2ലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാമത്തെ സൈഡിന്റെ നീളം 2 സെന്റിമീറ്ററിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് കൂട്ടിമുട്ടില്ല. കൂട്ടിമുട്ടാത്തൊരു രൂപമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡുകൾ ഫിക്സ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിന്റെ നീളത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ആ തന്ന സൈഡുകളുടെ സം അഥവാ തുകയേക്കാൾ ചെറുതായിരിക്കണം, അവയുടെ ഡിഫറൻസിനേക്കാൾ കൂടുതലും ആയിരിക്കണം. ഇതാണ് ആ ടീച്ചർ അവസാനം പറഞ്ഞ ആശയം. അതിനുശേഷം നിങ്ങളോട് ഈ ചിത്രം വരച്ചിട്ട് ഒരു പാറ്റേൺ നിർമ്മിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. BC എന്ന് പറഞ്ഞ ഒരു ലൈന് 7 സെന്റിമീറ്ററിൽ വരയ്ക്കുക. B സെന്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. എത്ര റേഡിയസിൽ? 5 സെന്റിമീറ്റർ റേഡിയസിൽ B സെന്റർ ചെയ്തിട്ട് കോമ്പസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളില് ഓരോ യൂണിറ്റ് അതായത് 1 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ നിങ്ങൾ ഒരേപോലെ കുത്തുകൾ നിങ്ങൾ അടയാളപ്പെടുത്തുക. പോയിന്റുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തി പോവുക. എത്ര സെന്റിമീറ്ററിൽ? 1 സെന്റിമീറ്ററിൽ. അപ്പൊ എങ്ങനെ സംശയം വരും? നിങ്ങളുടെ കോമ്പസിൽ ഡിവൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? 2 അറ്റവും കൂർത്തത്. അത് നിങ്ങൾ സ്കെയിലിൽ വെച്ചിട്ട് 1 സെന്റിമീറ്റർ അതിലെടുക്കുക. ആ ഡിവൈഡേഴ്സ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പോന്നാൽ നിങ്ങൾക്ക് കുത്തുകൾ കിട്ടും. ആ പോയിന്റുകൾ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യുക. എന്നിട്ട് ഈ സിയിലേക്ക് ഓരോ പോയിന്റിൽ നിന്നും നിങ്ങൾ ഇതേപോലെ കളർ പെൻസിലുകൾ, വ്യത്യസ്ത കളർ പെൻസിൽ 2 ഉപയോഗിച്ചാൽ മതി. 2 വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പാറ്റേൺ കിട്ടുമെന്ന് ടീച്ചർ ജിയോജിബ്ര ഉപയോഗിച്ച് ആ വീഡിയോയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം ഒന്ന് നിങ്ങളെ നോട്ടിലേക്ക് നിങ്ങളൊന്ന് വരച്ച് നോക്കുമോ? ഭംഗിയായിട്ട് വരച്ചു വെക്കുമോ? അപ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ പുതിയ നോട്ട് ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ആദ്യം ആ ടീച്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ ട്രയാങ്കിൾ ആ പേജിൽ ഒട്ടിച്ച് വെക്കുക. ഫസ്റ്റ് പേജിൽ ഒട്ടിച്ച് വെക്കുക. 2ാമത്തെ പേജിൽ ഈ പാറ്റേൺ നിങ്ങളൊന്ന് വരച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കൂ. അടുത്ത വീഡിയോ മുതൽ നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് കയറാം. അപ്പൊ എന്തിനാണ് ഈ ട്രയാങ്കിളൊക്കെ ഇപ്പൊ പഠിപ്പിച്ചത് എന്നറിയോ? ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ് ആദ്യത്തെ പാഠത്തിന്റെ പേര്. അപ്പൊ അതില് മുഴുവനായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ട്രയാങ്കിളുകൾ അഥവാ ത്രികോണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്കിത് വരച്ചു നോക്കണ്ടേ? ത്രികോണങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കണ്ടേ? ഓർത്ത് വെക്കണം. 7ാം ക്ലാസ്സിലെ പാഠഭാഗവും 6ാം ക്ലാസ്സിലത്തെ പാഠഭാഗവും ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടതൊന്ന് എടുത്തു നോക്കുക. അതിൽ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ടീച്ചർ അയക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ 3 സൈഡുകൾ തന്നിട്ടാണ് ട്രയാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് ചിന്തിക്കേണ്ടത് 3 സൈഡിന് പകരം 2 സൈഡുകളും അവയ്ക്ക് ഇടയിലുള്ള ഒരു ആംഗിളും തന്നാൽ നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചെയ്തു നോക്കൂ. അതിനുശേഷം 3 സൈഡും തരുന്നില്ല, ഒരു സൈഡ് മാത്രം തരുന്നു. ആ സൈഡിൽ വരുന്ന 2 ആംഗിളുകൾ നമുക്ക് തരുന്നു. ആംഗിൾ B 30 ഡിഗ്രി എന്നും ആംഗിൾ C 45 ഡിഗ്രി എന്നും നമുക്ക് തന്നാൽ എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളുകൾ വരയ്ക്കുക? അതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതൊന്നും നിങ്ങൾ നോട്ടിലേക്ക് വരച്ച് വെക്കണ്ട. നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ഓർത്ത് നോക്കേണ്ടത്? 3 സൈഡ് തന്നാലുള്ളത് ഇപ്പോൾ പറഞ്ഞു. പിന്നെ 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും, അതുപോലെ ഒരു സൈഡും അതിൻ്റെ മുകളിൽ വരുന്ന 2 ആംഗിളുകളും വന്നാൽ എങ്ങനെയാണ് ട്രയാങ്കിളുകൾ വരയ്ക്കുക? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രയാങ്കിളിനെ ഫിക്സ് ചെയ്യണമെങ്കിൽ അഥവാ എല്ലാവർക്കും ഒരേപോലത്തെ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ മിനിമം എത്ര അളവുകൾ തരണം? 3 അളവുകൾ നമുക്ക് തന്നിരിക്കണം. അപ്പോൾ ടീച്ചറുടെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ 8ാം ക്ലാസ്സിലത്തെ പാഠഭാഗത്തിലേക്ക് പതുക്കെ കയറാം.
അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.